കുറച്ച് നാളുകൾക്ക് മുമ്പ് കേൾക്കാൻ തുടങ്ങിയ റൂമറായിരുന്നു RDJ ബാക്ക് ആസ് ഡോക്ടർ ഡൂം എന്നത്. അന്നതാരും അത്ര കാര്യമാക്കിയില്ല. പക്ഷേ സാന്റിയാഗോ കോമിക്കോണിൽ അത് തന്നെ സംഭവിച്ചു. ഇത്ര നാൾ ഹീറോ ആയി കണ്ട RDJ MCUലേക്ക് തിരിച്ചു വരുന്നു, അതും വില്ലനായിട്ട്. ഓൾമോസ്റ്റ് ഫാൻസ് എല്ലാവരും ആ ക്യാരക്ടറിനെ സ്ക്രീനിൽ കാണാൻ വെയിറ്റ് ചെയ്യാണ്. റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സത്യമാവുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. അതുകൂടാതെ ഒഫീഷ്യലി അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി ഡ്രോപ്പ് ചെയ്ത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ലിസ്റ്റിൽ വന്നു. സാന്റിയാഗോ കോമിക്കോൺ മാർവൽ തൂക്കിയെന്ന് തന്നെ പറയാം. ഇതിനെല്ലാത്തിനും പുറമെ റൂസോ ബ്രദേഴ്സ് ബാക്ക് ടു ദ MCU. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സീക്രട്ട് വാഴ്സ് ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് റൂസോ ബ്രദേഴ്സ് ആണ്. താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന MCUവിനെ പിടിച്ചു നിർത്താൻ ഇനി റൂസോസിനെ പറ്റോളും തോന്നുന്നു. അവരുടെ വിഷനൊക്കെ അടിപൊളിയാണ്. അവർ MCUവിൽ ചെയ്ത വർക്കൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. സോ അതൊരു ഗ്രേറ്റ് ചോയ്സ് തന്നെയാണ്. ആൻഡ് വൺ മോർ തിങ്, ഹ്യൂ ജാക്മാൻ വിൽ കണ്ടിന്യൂ ആസ് വോൾവറിൻ ഇൻ MCU. ആ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ മാർവലിന് ഇപ്പോൾ പ്ലാൻ ഇല്ല. സോ മാർവലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അടിപൊളി വാർത്തകളാണ്. ബാക്ക് ടു ദ പോയിന്റ്, ഇറ്റ്സ് RDJ. അവഞ്ചേഴ്സ് 5ന്റെ ടൈറ്റിൽ ഡൂംസ്ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് വൈ? മോസ്റ്റ്ലി അത് നമ്മൾ കേട്ടിട്ടുള്ളത് DCയിൽ നിന്നാണ്. ബട്ട് ഹിയർ ഈസ് ആൻ ഇൻഫോർമേഷൻ, ഇത് ആ ഒരു ഡൂംസ്ഡേ അല്ല. ഇതിനെ നമുക്ക് ഡോക്ടർ ഡൂമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. പോസിബിളി ഡോക്ടർ ഡൂമിന്റെ എംപയർ ആയിരിക്കും ഈ ഒരു സിനിമ കാട്ടി തരുന്നത്. റൂസോസ് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഒക്കെ പോലെ രണ്ട് കണ്ടിന്യൂറ്റി സ്റ്റോറി ആയിട്ടായിരിക്കും ഡൂംസ്ഡേയും സീക്രട്ട് വാഴ്സ് ഒക്കെ അവതരിപ്പിക്കുന്നത്. ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം താൻ ആരാണെന്ന് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കുമായിരിക്കാം. RDJനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കാസ്റ്റ് എന്തായാലും വേസ്റ്റ് ആക്കാൻ സാധ്യതയില്ല. ഡോക്ടർ ഡൂമായിട്ട് RDJനെ കാസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഐ എം സോറി ഗൈസ്, ഡോക്ടർ ഡൂമായിട്ട് RDJ വരുന്നതിനോട് അത്ര താല്പര്യം എനിക്കില്ല. ഇനി അത്രയും നല്ല സ്റ്റോറിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ബട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് RDJനെ അയൺമാൻ വേരിയൻ്റ് ആയിട്ട് കാണാനായിരുന്നു. ലൈക്ക് ഒരു ബിഗ് ത്രെറ്റ് ആയിട്ട് വരുന്ന ഒരു അയൺമാൻ വില്ലൻ തൻ്റെ സൊസൈറ്റിയിൽ ഫെയിലായി ഒരു വില്ലനായി മാറുന്ന ടോണി സ്റ്റാർക്ക്. അത്രയും ഡെപ്ത് കൊടുത്ത് ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് RDJ റിട്ടേൺ ആയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. എന്നാൽ ഇവിടെ RDJ വിക്ടർ ഡൂമായിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഫെൻറ്റാസ്റ്റിക് ഫോറിനെയൊക്കെ കണക്ട് ചെയ്ത് സ്റ്റോറി പറയാം. കോമിക്സിലാണെങ്കിൽ പോലും സീക്രട്ട് വാഴ്സിലൊക്കെ അപ്പിയറൻസ് നടത്തുന്നത് വിക്ടർ ഡൂമാണ്. വിക്ടർ ഡൂം അല്ലാതെ ഇനി ടോണി സ്റ്റാർക്കാണോ ഡോക്ടർ ഡൂം ആവുന്നതെന്ന് നമുക്കറിയില്ല. മൾട്ടിപ്പിൾ സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബട്ട് ആക്ച്വലി ഇവിടെ ഒരു കോമിക്കൽ ഹിസ്റ്ററിയും ഉണ്ട്. ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം എല്ലാവരുടെയും തലയിലൂടെ ആദ്യം ഓടിയത് ബട്ട് ഹൗ എന്നായിരിക്കും. MCUയുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോ ടോണി സ്റ്റാർക്കിൻ്റെ ഫേസിൽ എങ്ങനൊരു വില്ലൻ വരും? ആക്ച്വലി അതിനുത്തരം ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ പറയുന്നുണ്ട്. സ്പോയിലേഴ്സ് അഹെഡ്, ക്രിസ് എവൻസ് ഹ്യൂമൻ ടോസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഡെഡ്പൂൾ ആദ്യം വിചാരിക്കുന്നത് അത് ക്യാപ്റ്റൻ അമേരിക്ക ആണെന്നാണ്. സെയിം ഫേസസ് പല റിയാലിറ്റിയിൽ പല ക്യാരക്ടേഴ്സ് ആയിരിക്കാം. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ വരുന്നത് ഡോക്ടർ വിക്ടർ വൂൺ ഡൂം ആയാൽ പോലും നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡൂം തൻ്റെ ഫേസ് റിവീൽ ചെയ്യുമ്പോൾ ഹീറോസ് ടോണി സ്റ്റാർക്കിനെ മെൻഷൻ ചെയ്യുന്നതും കാണുമായിരിക്കാം. ഇനി ടോണി സ്റ്റാർക്കാണ് ഈ റിയാലിറ്റി ഡോക്ടർ ഡൂമായി മാറുന്നതെങ്കിലോ? ആക്ച്വലി അങ്ങനൊരു സ്റ്റോറിയും കോമിക്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. 2010 ഇറങ്ങിയ വാട്ട് ഇഫ് കോമിക്സിൽ ഒരു ഇഷ്യൂ ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂം ആവുന്നതാണ്. ഒരു ബോഡി സ്വിച്ചിങ് സ്റ്റോറി ലൈനാണത്. ഡോക്ടർ ഡൂം ടോണി സ്റ്റാർക്കായിട്ടും ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂമും ആവും. ഈ ഒരു സ്റ്റോറി ലൈനിൽ വിക്ടറും ടോണിയും കോളേജിലെ റൂംമേറ്റ്സ് ആണ്. എന്നിരുന്നാലും വിക്ടറിന് ടോണി അത്ര ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ ടോണി സ്റ്റാർക്കിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ടോണി സ്റ്റാർക്ക് പ്രിവിലേജോടെ ജനിച്ചതുകൊണ്ടും ടോണി സ്റ്റാർക്കിൻ്റെ ആറ്റിറ്റ്യൂഡ് വിക്ടറിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടും ആ ക്യാരക്ടർ വളർന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടും ഇവിടെ വിക്ടറിൻ്റെ ഈഗോ ട്രിഗർ ആവുന്നു. എന്നിരുന്നാലും ടോണിയുടെ ഇൻ്റലക്റ്റിൽ വിക്ടർ ഇംപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റിൽ വിക്ടർ ടോണിയോട് ഹെൽപ്പ് ചോദിക്കുന്നു. അതിൽ ടോണി സ്റ്റാർക്ക് വിക്ടറിനെ സഹായിക്കുന്നു. ബട്ട് അതൊരു ട്രാപ്പായിരുന്നു. വിക്ടർ ആ ഒരു മെഷീൻ യൂസ് ചെയ്ത് തൻ്റെ മൈൻഡ് ടോണിയിലേക്കും ടോണിയുടെ മൈൻഡ് വിക്ടറിലേക്കും സ്വിച്ച് ചെയ്യുന്നു. ടോണി സ്റ്റാർക്ക് ജീവിക്കുന്ന ആ ഒരു ലൈഫ് തനിക്ക് കിട്ടാൻ വേണ്ടി വിക്ടർ തൻ്റെ ബോഡി തന്നെ സ്വിച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം വിക്ടർ ടോണിയുടെ ബോഡിയിൽ അയാൾ ആഗ്രഹിച്ച ജീവിതം ജീവിച്ചു തീർക്കുന്നു. ഈ സമയം വിക്ടറിൻ്റെ ബോഡിയിലുള്ള നമ്മുടെ ടോണി സ്റ്റാർക്ക് അയാൾ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് പഠിച്ച് PhD എടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഡോക്ടർ വിക്ടർ വോൺ ഡൂമായി മാറുന്നു. ഇതിനിടയിൽ ടോണി സ്റ്റാർക്കിൻ്റെ അച്ഛനൊക്കെ മരിക്കുന്നുണ്ട്. ആക്ച്വലി മരിക്കുന്നതല്ല, ടോണി കൊല്ലുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ വിക്ടർ, അതായത് ടോണിയുടെ മൈൻഡ് ഇപ്പോൾ ഉള്ളത് വിക്ടറിലാണ്. വിക്ടർ ഡൂം ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങുന്നത് കാണാം. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് ഒരു അയൺമാൻ ആർമർ രൂപത്തിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ബാറ്റിൽ സ്യൂട്ടൊക്കെ ഉണ്ടാക്കി വെപ്പൺസ് എല്ലാം നോക്കുന്നുണ്ട്. ഇതിനോട് പാരലായി വിക്ടർ തൻ്റെ ഇൻഡസ്ട്രിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു റെസ്ക്യൂ സ്യൂട്ടൊക്കെ ഉണ്ടാക്കുന്നു. ടോണി സ്റ്റാർക്ക് ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കുന്നത് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ലാഭത്തിനും വിക്ടർ ഉണ്ടാക്കുന്നത് ആളുകളെ രക്ഷിക്കാനുമാണ്. ഈ ടൈമിലാണ് വിക്ടർ ആർക്ക് റിയാക്ടർ കണ്ടുപിടിക്കുന്നത്. വിക്ടറിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം വർഷങ്ങളായി ടോണി സ്റ്റാർക്കിൻ്റെ പ്രോഫിറ്റിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്ക് റിയാക്ടറും വന്നാൽ അത് വലിയൊരു റെവല്യൂഷൻ ആവും. ആർക്ക് റിയാക്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഫിനിറ്റ് എനർജി ഫോർ എവർ ആണ്. അതുകൊണ്ട് തന്നെ ടോണി ആ ഒരു ആർക്ക് റിയാക്ടർ നശിപ്പിക്കാൻ വിക്ടറിനെ ലാബ് അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് ഇവർ രണ്ടുപേരും നേർക്ക് നേർ വരികയും ചെയ്യുന്നു. ഈ സമയം ടോണി ആർക്ക് റിയാക്ടറിൻ്റെ കീ ടെക്നോളജി തൻ്റെ ബാറ്റിൽ സ്യൂട്ടിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നു.
ശേഷം ഡൂം ഇൻഡസ്ട്രീസ് നശിപ്പിച്ച് അവിടുന്ന് പോകാൻ നോക്കുന്ന സമയം ടോണിയെ വിക്ടർ തൻ്റെ സ്യൂട്ടിൻ്റെ ടെക്നോളജി യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിൽ ഒരു വലിയ ഫൈറ്റ് ഉണ്ടാവുകയും എന്നാൽ അതിൽ വിക്ടർ തോൽക്കുമെന്നൊരു ഘട്ടത്തിൽ ടോണി വിക്ടറിനെ കൊല്ലാൻ റോക്കറ്റ് വിടുന്നതിന് തൊട്ട് മുന്നേ ടോണിയുടെ സിസ്റ്റം വിക്ടർ ഹാക്ക് ചെയ്യുകയും റോക്കറ്റ് ലോഞ്ചിന് മുമ്പേ എക്സ്പ്ലോഡ് ആവുകയും ചെയ്യുന്നു. യെസ്, ഫൈനലി വിക്ടർ ബീറ്റ് ടോണി. ടോണി സ്റ്റാർക്ക് അയാൾ ചെയ്തതിനൊക്കെ എന്തായാലും ജയിലിൽ പോവേണ്ടി വരും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ടോണി സ്റ്റാർക്കിൻ്റെ ബോഡി തിരിച്ചു കൊടുക്കാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ടോണി സ്റ്റാർക്കിൻ്റെ ഐഡന്റിറ്റി വൺ ഓഫ് ദ ഹേറ്റഡ് ഐഡന്റിറ്റിയാണ് സൊസൈറ്റിക്കുള്ളിൽ. അതുകൊണ്ട് തന്നെ താൻ ടോണി സ്റ്റാർക്ക് അല്ലെന്നും വിക്ടർ വൂൺ ഡൂം ആണെന്നും പറഞ്ഞ് അയൺമാൻ സ്യൂട്ടിലുള്ള ടോണി സ്റ്റാർക്കിൻ്റെ ഓഫർ യഥാർത്ഥ ടോണി നിരസിക്കുന്നു. ശേഷം വിക്ടറിൻ്റെ ബോഡിയിൽ ടോണി സ്റ്റാർക്ക് വിക്ടർ ഡൂമായി തന്നെ ജീവിക്കുന്നു. ഈ ഒരു സ്റ്റോറി കൊണ്ടുവരുമോ എന്നറിയില്ല. അതിന് പറ്റിയൊരു സ്പേസ് MCUവിലില്ല. മേ ബി ഇതിൻ്റെ വൺ ലൈൻ പ്ലോട്ട് എടുത്തിട്ടായിരിക്കും RDJനെ പുഷ് ചെയ്യുന്നത്. അതായത് മറ്റൊരു റിയാലിറ്റിയിൽ അയൺമാൻ ആയിരുന്ന ടോണി സ്റ്റാർക്ക് കറക്റ്റായി ഡോക്ടർ ഡൂമായി മാറുന്നു. അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അയൺമാൻ്റെ എക്സ്ട്രീം ലെവൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഡൂമിനെ നമുക്ക് കാണാൻ പറ്റിയേക്കും. SDCCയിൽ ടോണി പറഞ്ഞത് ന്യൂ മാസ്ക് സെയിം ടാസ്ക് എന്നാണ്. ഇതെന്തൊക്കെയോ കണക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡൂമിൻ്റെ ഗോളിന് വേണ്ടി പ്രയത്നിക്കുന്ന ടോണി സ്റ്റാർക്കിനെ ആയിരിക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്ര നാൾ നമ്മൾ ടോണിയെ നായകനായിട്ടാണ് കണ്ടത്. ഇനി വില്ലനായിട്ട് കാണാം. മറ്റൊരു സ്റ്റോറി ലൈനിൽ വിക്ടർ ഡൂം അയൺമാൻ ആകുന്നുണ്ട്. 2015 സീക്രട്ട് വാർസ് കോമിക്സിന് ശേഷം റിച്ചാർഡ്സ് ഗോഡംബർ ഡൂം ക്രിയേറ്റ് ചെയ്ത വേൾഡിനെ റീമേക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ആവുന്നു. അതോടെ വിക്ടർ ഡൂമിൻ്റെ ഫേസ് ഹീലാവുന്നതൊക്കെ നമുക്ക് കോമിക്സിൽ കാണാൻ പറ്റും. ശേഷം വിക്ടർ തൻ്റെ നോളജ് വേൾഡിനെ ബെറ്റർ പ്ലേസ് ആക്കാൻ യൂസ് ചെയ്യുന്നു. സീക്രട്ട് വാർസിന് ശേഷം മാർവലിൽ അയൺമാൻ കുറച്ച് കാലത്തേക്ക് മിസ്സിംഗ് ആയിരിക്കും. ആ ഒരു ടൈമിൽ ഡോക്ടർ ഡൂം കുറച്ച് കാലത്തേക്ക് അയൺമാൻ മാൻഡിൽ എടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കഥ പറയുന്നത് ഇൻഫേമസ് അയൺമാൻ എന്ന കോമിക്സിലാണ്. ആക്ച്വലി ആ ഒരു ടൈമിലെ ലുക്കിൽ ഡൂമിനെ കാണാൻ അടിപൊളിയാണ്. ഒരു അയൺമാൻ ഡോക്ടർ ഡൂം മിക്സ്ഡ് വെർഷൻ. ആ ഒരു ലുക്ക് ഇൻസ്പയർ ചെയ്തിട്ട് ഡൂംസ്ഡേയിൽ കൊണ്ടുവരാണെങ്കിൽ നൈസായിരിക്കും. ഇവിടെ ഡൂം ഹീറോയാണ്. അയൺമാൻ്റെ ലെഗസിയെ ആ ക്യാരക്ടർ എടുത്തു നിർത്തുന്നുണ്ട്. ആ കഥ പറയുകയാണെങ്കിൽ ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോറിയെ ഇൻസ്പിറേഷൻ എടുക്കുമോ എന്നും സംശയമുണ്ട്. കാരണം ഇവിടെ വിക്ടർ ഡൂമാണ് അയൺമാനായി മാറുന്നത്. ചിലപ്പോൾ ഈ ഒരു ലുക്ക് MCUവിൽ കൊണ്ടുവന്നേക്കാം. ഡോക്ടർ ഡൂമിന് ടെക്നോളജിയും പവേഴ്സും ഉണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ടോണി സ്റ്റാർക്കിൻ്റെ തന്നെ ഡോക്ടർ ഡൂം വെർഷൻ ആണെങ്കിൽ അയൺമാൻ പവർ യൂസ് ചെയ്യുന്ന പോലെയായിരിക്കും പോർട്രേഷൻ വരുന്നത്. നിലവിൽ MCU എന്താണ് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. റൂസോ ബ്രദേഴ്സ് റിട്ടേൺ ആവുന്നത് കൊണ്ട് തന്നെ ക്രിസ് എവൻസും തിരിച്ചു വന്നേക്കാം. റീസെൻ്റ്ലി ഹ്യൂ ജാക്ക്മാൻ വോൾവറിനെ റിട്ടേൺ ആയത് വലിയൊരു സക്സസ് ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ അവഞ്ചേഴ്സിൽപ്പെട്ട ടോണി സ്റ്റാർ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ റിട്ടേൺ ആവുന്നതിനെക്കുറിച്ച് കെവിൻ ഫെയ്ഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രോപ്പർ വേയിൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ കാണുമ്പോൾ സീക്രട്ട് വാർസിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അത്ഭുതപ്പെടാനില്ല. വൺസ് മോർ നമുക്ക് നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സിനെ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ സീക്രട്ട് വാർസിൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ RDJ തന്നെ അയൺമാൻ്റെ മറ്റൊരു വേരിയന്റിനെയും ചെയ്തേക്കാം. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ RDJ വേഴ്സസ് RDJ, അതായത് സെയിം കാസ്റ്റിലുള്ള അയൺമാനും ഡോക്ടർ ഡൂമും ഫൈറ്റ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു അനൗൺസ്മെന്റിനെ കുറിച്ചും അടുത്ത അവഞ്ചേഴ്സിന്റെ സ്റ്റോറി പ്ലോട്ടിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും കുറച്ച് നാളത്തേക്ക് സംസാരം ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ ഒരു അപ്ഡേറ്റ് ആണ് മാർവൽ സാന്റിയാഗോ കോമിക്കോണിൽ പുറത്തുവിട്ടത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയെന്ന് കമന്റ് ചെയ്യുക. സീ നെക്സ്റ്റ് ടൈം വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.